നമസ്കാരം. നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണറുടെ സുരക്ഷയ്ക്കെത്തിയ CRPFന് കേസെടുക്കാനാകുമോ എന്നും ഗവർണർ ആഗ്രഹിക്കുന്ന രീതിയിൽ CRPFന് പ്രവർത്തിക്കാനാകുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഗവർണർ പ്രത്യേകമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് നേരെ വ്യത്യസ്ത പ്രതിഷേധങ്ങളുണ്ടാകാം. കരിങ്കൊടി കാണിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് ചെയ്യുന്നുവെന്ന് ഇറങ്ങി നോക്കുന്ന ശീലം ആർക്കെങ്കിലുമുണ്ടോ? പോലീസിൻ്റെ ജോലി പോലീസ് ചെയ്തുകൊള്ളും. FIRന് വേണ്ടി സമരമിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പോലീസ് കൂടെ വരേണ്ട എന്ന് മുൻപ് ഏതെങ്കിലും ഗവർണർ പറഞ്ഞിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില ഘട്ടത്തിൽ പ്രതിഷേധം വന്നിട്ടില്ലേ? കരിങ്കൊടി കാണിക്കുന്നവരെ എന്ത് ചെയ്യുന്നുവെന്ന് ഇറങ്ങി നോക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഗവർണർ ചെയ്തത് സെക്യൂരിറ്റി നിലപാടിന് വിരുദ്ധമല്ലേ? ചെയ്യാൻ പാടില്ലാത്തതല്ലേ? പോലീസിൻ്റെ പണി അവർ ചെയ്യില്ലേ? നിയമ നടപടി ഇവർ ചെയ്യില്ലേ? FIR തന്നെ കാണിക്കണമെന്ന് പറയുന്നത് ശരിയാണോ? FIRന് വേണ്ടി സമരമിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പോലീസ് കൂടെ വരേണ്ട എന്ന് മുൻപ് ഏതെങ്കിലും ഗവർണർ പറഞ്ഞിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഏറ്റവും കൂടുതൽ സുരക്ഷ കിട്ടുന്ന സ്ഥാനത്താണ് ഗവർണർ ഇരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സുരക്ഷ കിട്ടുന്ന RSS പ്രവർത്തകരുടെ നിരയിലേക്ക് ഗവർണറും എത്തി. ആ കൂട്ടിൽ ഒതുങ്ങാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. CRPFന് കേസെടുക്കാൻ സാധിക്കുമോ എന്ന് നിയമപരമായി പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ CRPFന് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാത്തിനും എഴുതപ്പെട്ട നിയമങ്ങളുണ്ട്, ജനാധിപത്യ വഴക്കങ്ങളുണ്ട്. നിയമങ്ങളാണ് വലുത്, അധികാരം നിയമത്തിന് മുകളിലല്ല. അതില്ലാത്ത നിലപാടാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ജനാധിപത്യ മര്യാദ, പക്വത, വിവേകം എന്നിവ കാണിക്കണം. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. നയപ്രഖ്യാപന വിഷയത്തിൽ കേരളത്തോടുള്ള വെല്ലുവിളിയാണ് ഗവർണർ നടത്തിയത്. ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് അത്. FIR ഇടാൻ കുത്തിയിരിപ്പ് വേണോ എന്നും പിണറായി ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം. ആ പ്രതിഷേധ സ്വരങ്ങൾ, പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങുന്ന അധികാരിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സാധാരണ സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണത്. അത് പോലീസ് നിർവഹിച്ചുകൊള്ളും. നിയമ നടപടികൾ ഞാൻ പറയുന്നത് പോലെ സ്വീകരിക്കണം. ഏതെങ്കിലും ഒരാൾ സംഭവസ്ഥലത്ത് ഇറങ്ങി നിന്ന് FIRന് വേണ്ടി സമരം ചെയ്യുന്ന സ്ഥിതി. പോലീസ് കൂടെ വരേണ്ടെന്ന് കോഴിക്കോട്ട് ഗവർണർ പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണോ അതോ കേന്ദ്ര സർക്കാർ പ്രത്യേകമായ നിലപാട് എടുത്തതാണോ എന്നറിയില്ല. സുരക്ഷ CRPFന് കൈമാറിയെന്ന് പറയുന്നത് അത് വളരെ വിചിത്രമായ കാര്യമാണ്. സ്റ്റേറ്റിൻ്റെ തലവൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം. ആ സുരക്ഷ വേണ്ടെന്നാണ് ഇപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ തന്നെ ചിലർക്ക് കേന്ദ്ര സുരക്ഷയുണ്ട്. കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ, ആലുവയിലെ സുജിത്ത്, ആലങ്ങാട്ടെ സുധി, ആലുവയിലെ രാമചന്ദ്രൻ, കൊടുങ്ങല്ലൂരിലെ സജീവൻ, ഇവരെല്ലാം RSS പ്രവർത്തകരാണ്. ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു. കേരളത്തിൽ ചില RSSകാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള ആ കൂട്ടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് പ്രത്യേക മേന്മ എന്നറിയില്ല. കേരളം CRPF നേരിട്ട് ഭരിക്കുമോ? എന്താണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്? CRPFന് നേരിട്ടിറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? ഗവർണറുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? നാട്ടിൽ എഴുതപ്പെട്ട നിയമവ്യവസ്ഥകളില്ലേ? ഏത് അധികാരസ്ഥാനവും വലുതല്ല, അതിനു മേലെയാണ് നിയമം. നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും. ആ നിയമമാണ് പരമപ്രധാനം. അത് മനസ്സിലാക്കാൻ സാധിക്കണം. സ്വയം വിവേകം കാണിക്കുക എന്നതാണ് പ്രധാനം. സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല, സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ് അത്. നയപ്രഖ്യാപനത്തിൽ അദ്ദേഹം എന്താണ് കാണിച്ചത്? ഇതൊക്കെ കേരളത്തോടുള്ള ഒരുതരം വെല്ലുവിളിയാണ്, കേരളത്തോടുള്ള അവഹേളനമാണ്. ഭരണഘടനയെ പോലും അവഹേളിക്കുന്ന നിലപാടാണ് ഉണ്ടായത്. അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം വ്യക്തമാക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല. 1.5 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ ഗവർണർക്ക് സമയമുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. കേന്ദ്ര സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുന്നു എന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. സാമ്പത്തിക പ്രതിസന്ധി കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. കേന്ദ്ര നയങ്ങൾ നവകേരള സൃഷ്ടിക്ക് തടസ്സമാണ്. വായ്പാ പരിധി വെട്ടിക്കുറച്ചു. കേരളം പടുത്തുയർത്തിയ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാനുള്ള കാരണമാക്കുകയാണ്. കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന ഈ നിലപാടിനെതിരെ പ്രതിഷേധമുയർത്താതെ മറ്റ് നിവൃത്തിയില്ല എന്ന നിലയാണ് വന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ പൊതുസമ്മേളനം നടത്താൻ നിർബന്ധിതമാകുന്നത്. ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്ന അനുഭവമായിരുന്നു നവകേരള സദസ്സ്. ഓരോ ജനാവലിയാണ് ഓരോ വേദിയിലും എത്തിയത്. ആകെ 138 വേദികൾ. മന്ത്രിസഭ സംസ്ഥാനത്താകെ സഞ്ചരിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചു. ഇത്രയേറെ ജനപങ്കാളിത്തമുള്ള മറ്റൊരു പരിപാടിയും സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല. താലൂക്ക് തല അദാലത്തുകളിൽ ആരംഭിച്ച മേഖലാതല യോഗങ്ങളും തീരദേശ വനസൗഹൃദ സദസ്സുകളുമടക്കം വലിയൊരു പ്രക്രിയയുടെ തുടർച്ചയായിട്ടാണ് സംസ്ഥാനതല പര്യടനം നടന്നത്. നവകേരള സദസ്സിൽ 6,04,276 നിവേദനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. നിവേദനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.